സമരങ്ങളിലൂടെ വളർന്ന ഇടതുപക്ഷ പ്രസ്ഥാനം സമരങ്ങളെ അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന് ജോയിന്റ് കൗൺസിൽ ആലത്തൂർ മേഖലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ മടിക്കുമ്പോൾ അവിടേക്ക് കടന്നുവരുന്നതിന് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് അവസരം ലഭിക്കുന്നതും ജനങ്ങളിൽ അരാഷ്ട്രീയ സമീപനമുണ്ടാവുന്നതും ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ ദോഷകരമായി ബാധിക്കുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. ആലത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന മേഖലാ സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന വനിതാ കമ്മിറ്റി സെക്രട്ടറിയുമായ NN പ്രജിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇത് ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിനോട് വരുന്ന തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണെന്നും നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട്, സംഘടനാ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മൾ ജീവനക്കാരുടെ ഇടയിൽ ഇറങ്ങി പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? നമ്മൾ ജോയിന്റ് കൗൺസിലും സമരസമിതിയും ഓരോ സീറ്റിലും ജീവനക്കാരെ കാണുന്നു, സമരത്തിന് ആവശ്യമായ ഫണ്ട് കളക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പം അവർക്ക് പരിഭ്രമമായി. ഇവിടെ ഏറ്റവും വലിയ സംഘടനയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്കത് വളരെ വലിയ തോതിൽ ഭയാശങ്കയുണ്ടാക്കി. അവർ എതിർ പ്രചരണം ആരംഭിച്ചു. കാരണം ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഈ രൂപത്തിൽ സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, കേന്ദ്ര സർക്കാർ നമുക്കൊന്നും തരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവനക്കാരുടെ ഇടയിൽ പങ്കുവെച്ചതാണ്. അവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം കേന്ദ്രം ഈ രൂപത്തിലുള്ള സമീപനമാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്രം ഈ സമീപനം എടുക്കുന്നത്? ആ സമീപനത്തെ നമുക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ ജീവനക്കാരുടെ മുന്നിൽ. മേഖലാ പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് A അംജദ് ഖാൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ A ഉബൈദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി G സജീവ്, സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C ഈജു, ട്രഷറർ PK സന്തോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് S സ്വപ്ന എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. K സുരേന്ദ്രൻ പ്രസിഡന്റായും G സജീവ് സെക്രട്ടറിയായും A ശ്രുതി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.